ഹലോ ഹലോ. ഹലോ. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഇത്തിരി കഴിയുമ്പോ ഒന്ന് എസ്റ്റേറ്റ് വരെ പോകാന്ന് കരുതിയ. നീ വരുന്നോ? വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 11:30 ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട്. അവിടെ വേറെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. നീ ഇന്ന് ലീവ് എടുക്ക്. ഇന്നിത്തിരി നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. നിനക്ക് എപ്പോഴും ഫ്രീ ആകാൻ പറ്റും? രണ്ടു ദിവസത്തേക്ക് ഇത്തിരി ബിസി കാണും, അത് കഴിഞ്ഞിട്ട് പോരെ? നിന്റെ സൗകര്യം നോക്കി ഇപ്പൊ എനിക്ക് പറ്റില്ല. പറ്റൂന്ന് വെച്ചാ ഇപ്പൊ വരണം. എന്തായാലും ഒന്ന് ഫ്രീ ആകാൻ പറ്റില്ല. നെക്സ്റ്റ് സൺഡേയോ മറ്റോ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് ബിസിയാ.
ഇന്ന അവിടെ നിൽക്കേ. നീ തരാൻ. കണ്ണാ അവിടെ നിൽക്കേ. നീ തരാൻ. ഓപ്പറേഷൻ തിയേറ്റർ വേഗം റെഡി ആയിക്കോളൂ. യെസ് സർ. നീ വേഗം റെഡിയായി പുറപ്പെടുക. 30 പേഷ്യന്റിന് ഉടനെ ഓപ്പറേഷൻ വേണ്ടി വരും. ശരി. ഒന്ന് തുറന്നേ. ദേ ആ വണ്ടിയുടെ കീ എടുത്താ. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം. ഇപ്പൊ തരിയല്ല. നിന്റെ പപ്പ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വണ്ടി എനിക്ക് വേണം. എനിക്കേ സിറ്റിയിൽ കറങ്ങാനും മറ്റോ പോകണ്ടോ? എന്നെ ഒന്ന് ഹോസ്പിറ്റൽ ഡ്രോപ്പ് ചെയ്താൽ മതി. എനിക്ക് വയ്യ. കളിക്കാതെ. 11:30 ഒരു ഓപ്പറേഷൻ ഉണ്ട് കുട്ടി. അതിന് ഞാനെന്ത് വേണം? ഒന്ന് തുറന്നേ. ഒരു പേഷ്യന്റ് സീരിയസ് ആയിട്ടാണ്. എനിക്ക് ഉടനെ എത്തണം. ഞാനൊരു സ്ഥലം വരെ പോകാൻ പോവാ. എന്റെ കൂടെ വന്നാ തിരികെ വരുമ്പോ ഡ്രോപ്പ് ചെയ്യാം. എങ്ങോട്ടാ പോകുന്നത്? അതൊന്നും പറയല. വരാൻ ലേറ്റ് ആകുമോ? ഏയ് ഈ ചാൻസ് കളയരുത്. എല്ലാം ഇന്ന് ചോദിച്ചറിയണം. വലിയ ഡോക്ടർ ഉണ്ടോ? ഇന്ന് നേരത്തെ വന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കാണും. എന്നെ തിരക്കിയോ? വന്നാല് ഡോക്ടറെ കണ്ടിട്ട് ജോലി കയറിയാ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ സൂസി? ഉം. എനിക്ക് സുഖമില്ലായിരുന്നെന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ. എന്നിട്ട് വേണം എനിക്ക് വഴക്കേക്കാൻ. എനിക്ക് വയ്യ. സൂസി, അല്ലെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? പേടിച്ചു നിന്നാൽ ഈ രാജ്യത്തൊന്നും നടക്കില്ല. എനിക്ക് ഡോക്ടറോട് ചില പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ട്. കണക്ട് ചെയ്യൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. ഉം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ താമസിച്ചു വരാനുള്ള കാരണം? ഞാനൊരു യുവാവാണ്. യുവാക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയില്ല. 1000 പ്രശ്നങ്ങൾ അവന്റെ മുമ്പിലുണ്ട്. ശാസ്ത്ര, സാങ്കേതിക, സാമ്പത്തിക, സാമുദായിക, വൈകാരിക പ്രശ്നങ്ങൾ. അവയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഇളം തലമുറയുടെ ആത്മാവിലേക്ക് ഊളിയിട്ടിറങ്ങാനോ നിങ്ങൾ കിഴവൻ തലമുറയ്ക്ക് കഴിയില്ല എന്നതാണ് സത്യം. അത് തുറന്നു കാണിക്കാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെയുള്ള നിങ്ങൾ മാനുഷിക മൂല്യങ്ങളെ ചവിട്ടി താഴ്ത്തി തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി അറബിക്കടലിൽ എറിയുന്നതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ എങ്ങനെ ഒരു ചീഫ് ഡോക്ടറായി ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത്. മാർക്ക് ലിസ്റ്റ് തിരുത്തിയല്ലേ നിങ്ങൾ ഡോക്ടറായത്? മോർണിംഗ് സർ. ഒന്നുമില്ല, ഒന്ന് സ്ലിപ്പായി. ഡോക്ടർ എന്താ ലേറ്റ് ആയേ? വണ്ടി മിസ്സായി. ചെല്ല് ചെല്ല്. രോഗിയെ നന്നാക്കി നല്ല പേരൊക്കെ ഉണ്ടാക്കണം. ശരി, തൽക്കാലം ഈ സ്ഥാപനത്തിന്റെ വളർച്ച അത് കഴിഞ്ഞു മതി ആളാകൽ. ആ പേഷ്യന്റ് വളരെ പൂറാണെന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് സർക്കാർ രോഗ ആശുപത്രി ഉണ്ടോ? വരുന്ന രോഗി വീണ്ടും രോഗിയായെങ്കിലേ ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന രക്ഷയുള്ളൂ. തൽക്കാലം ഈ ഡിസ്പെൻസറിലുള്ള മരുന്ന് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഇല്ലാത്തതാണ് പുറത്തേക്ക് എഴുതിയത്. ഉള്ള എഴുതിയാൽ മതിയെന്ന് പറഞ്ഞില്ലേ? മദറിന് പ്രിയപ്പെട്ട ആൻഡ്രൂസ് എഴുതുന്നു. എനിക്കിവിടെ ഒരുവിധം സുഖം തന്നെ. പരമാവധി അഡ്ജസ്റ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ തോന്നും ഇട്ടെറിഞ്ഞു പോയാലോ എന്ന്.
ചെയ്യുന്ന തൊഴിലിനോട് ഒരു ആത്മാർത്ഥത വേണം. കാലത്തെ കെട്ടിച്ചമഞ്ഞ് പോരും ഓരോ കാരണം ഉണ്ടാക്കി. നിന്നെയൊക്കെ ഡോക്ടറാക്കാൻ ഞാൻ ചിലവാക്കിയ പണം ഉണ്ടായിരുന്നെങ്കിൽ. വണ്ടി മിസ്സായിട്ടാണ്. നോ എക്സ്ക്യൂസ്. നിന്നോട് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞതല്ലേ, ഡോക്ടർക്ക് രോഗിയോടും വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തോടൊരു കൂറ് വേണം. തിന്നുകൊടുത്ത് കാളക്കൊന്നെ പോലെ ആയല്ലോ. നിന്റെയൊക്കെ തോന്നിയാസന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. നിന്ന് ചിലക്കണ്ട, വയ്ക്കോ. ബാലുവേട്ടൻ അത്ര പെട്ടെന്നൊന്നും വീഴില്ല. എന്നെ കൊച്ചു കുട്ടിയായിട്ടാണ് ഇപ്പോഴും കരുതിയിരിക്കാൻ. അങ്ങനെയാവില്ല. ഇഷ്ടമെന്ന് പറഞ്ഞാല് ചിലപ്പോ മുഖത്തടിച്ച പോലെ എതിര് പറഞ്ഞാലോ? ആരാത്? ബാലുട്ടാ, ബാലുട്ടാ, വാതില് തുറക്കുന്നേ. ഒരു കാര്യം പറയാനുണ്ട്. ഷോ, ഇവിടെ നിന്ന് ആരെങ്കിലും കാണും. പുറത്ത് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നേ പ്ലീസ്. വീട്ടിൽ നോക്കിയാ കാണാം. ഒന്ന് തുറക്കുന്ന. ഇടിച്ചു പൊളിക്ക് നോക്കിക്കോ. ബാലുട്ടാ പ്ലീസ്, ബാലുട്ടാ പ്ലീസ്. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എനിക്കൊരു ലവ് ലെറ്റർ തന്നല്ലോ. ഇത് കണ്ടോ? നല്ല ഹോട്ടായിട്ടൊരു റിപ്ലൈ തരണം അവന് കൊടുക്കാൻ. മൈ ഡിയർ സ്വീറ്റ്, കത്തിൽ എഴുതിയതാ, വായിക്കാം. ആദ്യം കണ്ടുമുട്ടിയ നിമിഷം മുതൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു അഭിനിവേശം തോന്നി എനിക്ക്. നിഷ്കളങ്കമായ മുഖവും മധുരമുള്ള ശബ്ദവും മറക്കാനേ പറ്റുന്നില്ല. ഇതാള്. ഊണിലും ഉറക്കത്തിലും ഈ തുടുത്ത മുഖമാണ് എന്റെ മനസ്സിൽ. ആളെ ബാലുട്ടിൽ നിന്ന് കാണണം. വെളുത്ത് ചുവന്ന് നല്ല തക്കാളിക്ക പോലെയാ. മീശയൊക്കെ ഇങ്ങനെ കിളികിളാന്ന്. ബാലുവേട്ടനെ പോലൊന്നുമല്ല, ഒരാറടി പൊക്കം വരും. എന്റെ പ്രൊഫസറുടെ മോനാ. എപ്പോഴും എന്റെ പിന്നാലെ വരും. ഫസ്റ്റിലെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് സിമ്പിൾ തോന്നി. എന്നെ എന്ത് ഇഷ്ടമാണെന്നോ. ലാസ്റ്റ് ഫ്രൈഡേ പ്രാക്ടിക്കലിന് വന്നപ്പോ ഉണ്ടല്ലോ, ലാബിൽ വെച്ച് ബലത്തിൽ പിടിച്ചെന്നെ കിസ്സും ചെയ്തു. കുശുമ്പല്ലേ എന്നെ ഒരു ലവ്